നമ്മൾ പരിശോധിക്കുന്നത് വയനാട്ടിലെ DCC അധ്യക്ഷൻ ND അപ്പച്ചന്റെ രാജിയാണ്. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റാൻ താൻ തന്നെ വിചാരിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ND അപ്പച്ചൻ പറഞ്ഞിരുന്നു. ഇന്ന് പക്ഷേ രാജിക്ക് ശേഷം അദ്ദേഹം പറയുന്നത് കാരണം നേതൃത്വം വിശദീകരിക്കട്ടെ എന്നായിരുന്നു. ആ രണ്ട് പ്രതികരണങ്ങളും കാണാം. എന്നെ മാറ്റണമെന്ന് ആരും, ഞാൻ എന്നാ മാറാൻ ആഗ്രഹിക്കുന്നത്, നാളെ മാറാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഞാൻ മാറും, അല്ലെങ്കിൽ ഞാൻ മാറുകയില്ല. അതാണ് എൻ്റെ സ്ഥിതി. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, എനിക്കിതിൽ പിടിച്ച് തൂങ്ങി നിൽക്കുന്നൊരു ആഗ്രഹമില്ല. എനിക്കൊന്ന് സ്വതന്ത്രനാകണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അല്പം നല്ലൊരു ശുദ്ധമായി ശ്വസിക്കാൻ ഇതിലത് കിട്ടുന്നില്ല ഇപ്പോൾ അവസരത്തിൽ. രാജി സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ള കാര്യം ശരിയാണ്. എന്നല്ലാതെ കണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ KPCC നേതൃത്വം തീരുമാനിക്കട്ടെ, ഞാൻ തുടരണേ വേണ്ടയോ എന്നുള്ള കാര്യത്തെ പറ്റിയിട്ട്. നാളെ KPCC പറയുകയാണ് അയാൾ പൊക്കം നിങ്ങൾ ഒഴിവാക്കിക്കൊള്ളാൻ പറഞ്ഞാൽ ഞാൻ ഒഴിവാകും, അത്രേ ഉള്ളൂ. ND അപ്പച്ചൻ സ്വമേധയാ സ്ഥാനമൊഴിഞ്ഞതാണ് എന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. കൽപ്പറ്റ നഗരസഭാ ചെയർമാൻ TJ ഐസക്കിനാണ് പകരം ചുമതല. വയനാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ND അപ്പച്ചനേട്ടൻ അദ്ദേഹത്തിൻ്റെ DC പ്രസിഡന്റ് സ്ഥാനത്തു നിന്നുള്ള രാജിക്കത്ത് തന്നിട്ടുണ്ട്. ആ രാജിക്കത്ത് സ്വീകരിച്ച് ബാക്കി നടപടികൾക്കായിട്ട് AICCക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം സ്വന്തം നിലയിൽ രാജി സമർപ്പിച്ചതാണ്. ഈ വിഷയത്തിൽ മുൻ ട്രഷറർ NM വിജയന്റെ കുടുംബത്തിന്റെ ഒരു പ്രതികരണവും വന്നിട്ടുണ്ട്. പറഞ്ഞത് കർമ്മ എന്നൊന്നുണ്ട് എന്നതാണ് അവരുടെ പ്രതികരണം. അദ്ദേഹം എന്തിനാണ് രാജിവെച്ചതെന്ന് KPCCയിലുള്ളവർ ഇതാക്കാം. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെന്ന് വെച്ചാൽ കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. മാറ്റം അനിവാര്യമാണ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് പ്രത്യക്ഷത്തിൽ ഞങ്ങളുടെ അച്ഛൻ മരിച്ചാൽ 2ാം പ്രതിയാണ് അദ്ദേഹം. അത് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഇതിന്റെ കേസും കാര്യങ്ങളും ഒക്കെ ഇപ്പൊ കോടതിയിലുണ്ടല്ലോ. അപ്പൊ വഴിയെ എല്ലാവർക്കും എല്ലാം മനസ്സിലാവും എന്ന് എനിക്ക് പറയാൻ പറ്റും. അതിനിടെ ആത്മഹത്യ ചെയ്ത NM വിജയന് ഏർബൻ ബാങ്കിലുണ്ടായിരുന്ന ബാധ്യത തീർത്ത രേഖകൾ കുടുംബത്തിന് ബാങ്ക് നൽകിയിട്ടുണ്ട്. KPCC പണം അടച്ചു എന്ന വാർത്ത കഴിഞ്ഞ ദിവസം 24 പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഇതിപ്പോൾ DCC അധ്യക്ഷന്റെ രാജി വയനാട്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. വിശദാംശങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നൊപ്പം സലിം മാലിക് തിരുവനന്തപുരത്ത്. ആദ്യം നമ്മൾ പോകുന്നത് സലിം മാലിക്കിലേക്കാണ്. സലിം, കഴിഞ്ഞ ദിവസത്തെ ND അപ്പച്ചന്റെ പ്രതികരണമാണ് നമ്മൾ ഒരു തവണ കേട്ടത്. പിന്നീട് ഇന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു മാധ്യമപ്രവർത്തകരോടൊക്കെ വിശദമായി സുർജിത്തിന്റെ ചോദ്യങ്ങൾക്കൊക്കെ വിശദമായി തന്നെ അദ്ദേഹം മറുപടി നൽകുമ്പോൾ അദ്ദേഹം ഒട്ടും ഒരു സന്തോഷത്തോടെയല്ല, പലപ്പോഴും ക്ഷോഭിച്ച് പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ മുഖത്തിലെ ഭാവമൊക്കെ അങ്ങനെയായിരുന്നു. സ്വമേധയാ അദ്ദേഹം രാജിവെച്ചു എന്ന തരത്തിലേക്ക് നമ്മൾ ഇതിനെ കാണണമോ? KPCC അധ്യക്ഷൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു, അത് ചോദിച്ചു വാങ്ങി നേതൃത്വം എന്നുള്ളതാണോ യാഥാർത്ഥ്യം? അനുജ, പുറമെ പൊതുവിൽ ഈ രാജി അങ്ങോട്ട് നൽകുകയും രാജിക്കത്ത് നൽകുകയും രാജിവെക്കുകയും ചെയ്തു എന്നാണ് പറയുന്നതെങ്കിലും KPCC നേതൃത്വം ചോദിച്ചു വാങ്ങിയ രാജിയാണിത് എന്നുള്ളതിൽ തർക്കമില്ല. ഹൈക്കമാൻഡ് ഉൾപ്പെടെ നിലപാട് ഘടിപ്പിച്ചതോടെയാണ് ND അപ്പച്ചന് രാജിവെക്കേണ്ടി വന്നത്. ഏതെങ്കിലും നിലയിൽ ND അപ്പച്ചന് DCC അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ കഴിയില്ല, പുനഃസംഘടന വരെയെങ്കിലും തുടരാൻ കഴിയുന്ന സാഹചര്യമില്ല എന്ന് KPCC നേതൃത്വം വിലയിരുത്തുകയായിരുന്നു. അച്ചടക്ക സമിതിയുടെ ഉൾപ്പെടെ അന്വേഷണത്തിലെ കണ്ടെത്തലുകളുടെ കൂടി പശ്ചാത്തലത്തിലാണ് ആ നിലയിൽ രാജി ചോദിച്ചു വാങ്ങാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അതിന് പിന്നാലെ രാജി അങ്ങോട്ട് ആവശ്യപ്പെടുകയും രാജിക്കത്ത് എഴുതി നൽകുകയുമായിരുന്നു. ഇന്നലെയാണ് രാജിക്കത്ത് എഴുതി നൽകിയത്. അത് മറ്റൊരാലോചനകളും കൂടാതെ തന്നെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് സ്വീകരിക്കുകയും ചെയ്യുന്ന നിലയായിരുന്നു ഉണ്ടായിരുന്നത്. ഹൈക്കമാൻഡ്, പ്രത്യേകിച്ചും പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ആ വിഷയത്തിൽ കടുത്ത നിലപാടാണ് എടുത്തത്. 1 ഡസൻ ആരോപണങ്ങളാണ് വയനാട് DCCയെ കുറിച്ച് നേതൃത്വത്തിന് മുൻപിൽ, അതിൽ ചിലത് KPCCക്ക് മുൻപിലും ചിലത് ഹൈക്കമാൻഡിന് മുൻപിലേക്കും എത്തിയത്. അതിന് പിന്നാലെ വിഷയം ഗൗരവത്തോടെ കൂടി കാണണമെന്ന് നേതൃത്വം തന്നെ തീരുമാനിച്ചതാണ്. പ്രത്യേകിച്ചും വയനാട് കോൺഗ്രസിന്റെ ഒരു സ്വാധീന മേഖലയാണ്. സ്വാധീന മേഖലയിൽ തന്നെ ഈ DCCയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ പാർട്ടിയെ ദുർബലപ്പെടുത്തും, ഒപ്പം തന്നെ മറ്റ് സംഘടനകളെ അവിടേക്ക് വളർത്തുന്നതിലും പങ്കുവഹിക്കും. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഏറ്റവും വേഗത്തിൽ ഇടപെടണം എന്നുള്ളൊരു തീരുമാനമായിരുന്നു. എങ്കിൽ പോലും ആ ഇടപെടൽ വൈകി എന്നുള്ളൊരു വിലയിരുത്തലും KPCC നേതൃത്വത്തിനുണ്ട്. അതിൻ്റെ ഭാഗമായാണ് വയനാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഓരോ നീക്കങ്ങളും നടത്തുന്നത്. കഴിഞ്ഞ ദിവസമാണ് അതുമായി ബന്ധപ്പെട്ട് NM വിജയന്റെ കുടുംബത്തിന് നൽകാനുള്ള ബാക്കി പണം കൂടി ബാങ്കിലടച്ച് ആധാരം തിരികെ എടുത്ത് നൽകുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയത്. അതിന് പിന്നാലെ ND അപ്പച്ചന്റെ രാജി കൂടി ചോദിച്ചു വാങ്ങുന്നതോടുകൂടി വയനാട്ടിലെ സംഘടനാ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാനാകും എന്നുള്ളൊരു വിലയിരുത്തലാണ് KPCC നേതൃത്വത്തിന് ഉള്ളത്. നിലവിൽ ഈ ഏറ്റവും ഗൗരവത്തോടുകൂടി കാണുന്നത് ഈ വയനാട്ടിലുണ്ടായ പാർട്ടിക്കുള്ളിലുണ്ടായ ആത്മഹത്യകൾ, ഒപ്പം തന്നെ ഈ വയനാടുമായി ബന്ധപ്പെട്ട ഫണ്ട് പിരിവുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഒപ്പം സംഘടനാ തലത്തിലെ പ്രശ്നം, മുള്ളംകൊല്ലിയിൽ ഉണ്ടായ തർക്കം, അത് കയ്യാങ്കളിയിലേക്ക് മാറിയത് ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളുണ്ടായിരുന്നു. അതിന് ഏറ്റവും ഒടുവിലാണ് സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ളവർ വയനാട്ടിലെത്തിയിട്ടും ND അപ്പച്ചൻ DCC അധ്യക്ഷൻ എന്ന നിലയിൽ അവരെ അനുഗമിക്കാൻ
അനുഗമിക്കാത്തതും ഒപ്പം അതിന് നൽകിയ വിചിത്രമായ മറുപടിയും വളരെ ഗൗരവത്തോടു കൂടിയാണ് KPCC കണ്ടത്. മരണവീടുകൾ സന്ദർശിക്കാനുള്ളത് കൊണ്ടാണ് താൻ സോണിയാഗാന്ധിയുടെയും പ്രിയങ്കാ ഗാന്ധിയുടെയും ഒപ്പം പരിപാടിക്ക് പങ്കെടുക്കാൻ കഴിയാത്തത് എന്നതുൾപ്പെടെയുള്ള മറുപടി KPCC നേതൃത്വത്തിന് ഒട്ടും തൃപ്തികരമായിരുന്നില്ല. അതിന് പിന്നാലെയാണ് കടുത്ത അച്ചടക്ക നടപടി, അതല്ലെങ്കിൽ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചുകൊണ്ട് രാജിക്കത്ത് നൽകണം എന്നൊരു നിലപാടിലേക്ക്. അതായത് ഇപ്പോൾ തന്നെയുള്ള ഒട്ടേറെ വിവാദങ്ങളുണ്ട്, അവിടെ വിഭാഗീയതയുണ്ട്. അതിനൊപ്പം തന്നെ അത് പ്രിയങ്കാ ഗാന്ധിയുടെ മണ്ഡലമാണ്. അപ്പോൾ ദേശീയ തലത്തിലേക്ക് തന്നെ ഇതിൻ്റെയൊക്കെ ശ്രദ്ധ പോകുമോ എന്നുള്ള സംശയം ഇതൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെയാണ് കഴിഞ്ഞ ദിവസം സോണിയാഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഒക്കെ എത്തുമ്പോൾ ഇദ്ദേഹം അനുഗമിക്കാതിരുന്ന വിവാദം കൂടി വന്നപ്പോൾ ഹൈക്കമാൻഡിനും കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടതല്ലേ? അനുജ, തീർച്ചയായും ഈ ഹൈക്കമാൻഡ് ഏറ്റവും ഒടുവിൽ ND അപ്പച്ചന് ഒരു തരത്തിലുമുള്ള പിന്തുണ നൽകേണ്ടതില്ല എന്നൊരു തീരുമാനം കൂടി എടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് KPCC ഒരു കടുത്ത നിലപാടിലേക്ക് പോയത്. കാരണം ഈ വിവിധ വിഷയങ്ങൾ IC ബാലകൃഷ്ണനുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉൾപ്പെടെ അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും DCC ഭാരവാഹികളുമായി കൂടിയാലോചന പോലും നടത്തുന്നില്ല എന്നൊരു പരാതി DCCയിലെ പല ഭാരവാഹികളും KPCC നേതൃത്വത്തിന് മുൻപിൽ വെക്കുകയും ചെയ്തിരുന്നു. അപ്പോഴൊക്കെയും അതിൽ ഒരു ഒഴുക്കൻ മട്ടിലുള്ള സമീപനമായിരുന്നു KPCC നേതൃത്വം സ്വീകരിച്ചിരുന്നത്. അതിന് ഏറ്റവും ഒടുവിലാണ് അതിൻ്റെ വിഭാഗീയതയുടെ ഏറ്റവും വലിയ ആഴം എന്ന നിലയിൽ രാജ്യത്തെ തന്നെ പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കൾ മണ്ഡലത്തിലേക്ക് എത്തിയിട്ട് പോലും അവരെ അനുഗമിക്കാത്ത, ഒരു DCC അധ്യക്ഷനായിട്ട് പോലും അനുഗമിച്ചില്ല എന്ന് മാത്രമല്ല, ചില മരണവീടുകൾ സന്ദർശിക്കാനുണ്ട് എന്ന വിചിത്രമായ മറുപടി അത് KPCC നേതൃത്വത്തിനുമൊപ്പം പ്രിയങ്കാ ഗാന്ധിക്ക് പോലും സ്വീകാര്യമായിരുന്നില്ല. പിന്നാലെ തന്നെ മണ്ഡലത്തിൽ സന്ദർശിച്ചപ്പോൾ തന്നെ ND അപ്പച്ചനെതിരെ ചില പരാതികൾ പ്രിയങ്കാ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ഉൾപ്പെടെ നേരിട്ട് നൽകുന്ന സ്ഥിതി കൂടി ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ അത്തരത്തിലുള്ള ഗൗരവമായ പരാതികളുടെ കൂടി പശ്ചാത്തലത്തിലാണ് അത് ദേശീയ തലത്തിൽ തന്നെ പാർട്ടിക്ക് ദോഷകരമായി ബാധിക്കും, പ്രത്യേകിച്ചും പ്രിയങ്കാ ഗാന്ധിയുടെ മണ്ഡലം എന്ന നിലയിൽ കൂടി ഇത് ഗൗരവത്തോടുകൂടി കാണേണ്ടതുണ്ട് എന്നുള്ള ഒരു നില കൈക്കൊണ്ടത്. ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തു വരുന്ന പശ്ചാത്തലത്തിൽ DCC അധ്യക്ഷന്മാരെ ഒരുപക്ഷെ പുനഃസംഘടനയിൽ തൽക്കാലം DCC അധ്യക്ഷന്മാരെ മാറ്റേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് പാർട്ടി പോകാനുള്ള നിലയും ഇപ്പോഴുണ്ട്. അതിനിടയിലാണ് ND അപ്പച്ചനെ തുടർന്നു കൊണ്ടുപോകേണ്ടെന്നൊരു തീരുമാനം പാർട്ടി എടുത്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.